അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. നമ്മൾ അടുത്ത പോകുന്ന എല്ലാ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. സോ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ അതങ്ങോട്ട് വരത്തില്ല. ഞാനൊരുമാതിരി വ്ളോഗ് ഇടുമ്പം വ്ളോഗൊക്കെ വീഡിയോ എടുക്കും. വീഡിയോ എടുത്തിട്ട് വോയിസ് ഇടുമ്പോൾ ഒരുമാതിരി നാടകീയത അരങ്ങൊഴുങ്ങുന്നു അങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷെ എനിക്കിങ്ങനെ ഓരോരുത്തർ ചെയ്തിട്ടില്ല. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മൾ താമസിക്കാണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നതായിരിക്കും. അങ്ങനെ ഹലോ ഗൈസ് ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ പൊറോട്ടയും കൂടെയാണ് ഉണ്ടാക്കിയത്. ആദ്യം ചപ്പാത്തി ഉണ്ടാക്കണമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ ആ പ്ലാൻ അങ്ങ് മാറ്റി പൊറോട്ട ഉണ്ടാക്കി. കാരണം അതിൻ്റെ റെഡിമെയ്ഡാണ് നമ്മളിവിടെ വാങ്ങുന്നത്. അവർ റെഡിമെയ്ഡിൻ്റെ എക്സ്പയറി ഡേറ്റ് മാറാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ അതാണ് എടുത്തത്. പിന്നെ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ മീൻകറി ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻകറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലത്തെ മീൻകറിയാണ്. അപ്പോൾ ഇതിന് ഇച്ചിരി ടേസ്റ്റ് കൂടും. അപ്പോൾ മീൻകറി നമ്മൾ പൊറോട്ടയും അതുപോലെ തന്നെ നമ്മളുടെ നെയ്ദോശയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്കുണ്ട്. എല്ലാവരും വരിക്കുന്നത് എനിക്ക് ഭ്രാന്താന്നടി. മിസൈൽ മണ്ടേ കൂടെ പോയിട്ട് ഭ്രാന്ത് പിടിച്ചാന്ന് പറയും. ഞങ്ങളിവിടെ ഷെയറിങ്ങാ. എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രവീൺ കിടന്ന് അരയ്ക്കല്ലെന്ന്. ഞാൻ ഇടയ്ക്കങ്ങ് മറന്നു പോകും. എൻ്റെ സൗണ്ട് അനുവദിക്കുന്നില്ല. ഇവിടെ കിടന്ന് അമറുക. ആ കൊച്ചിറങ്ങി വന്നിട്ട് ഷട്ട് അപ്പ് യു ആർ ബ്ലേഡി എന്നൊക്കെ പറയാൻ ഞാൻ ഞെട്ടും.